സല്യൂട്ട് ഭാരത്. ഇന്ന് നമ്മുടെ അതിഥി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ TK രാജഗോപാൽ ആണ്. സാർ നമസ്കാരം. സാർ നമസ്കാരം. നമസ്കാരം സാർ. ഇപ്പോ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അയോധ്യ വിഷയം. സാർ, ഉത്തർപ്രദേശ് ഇലക്ഷൻ ഇനി വളരെ കുറച്ച് മാസങ്ങളേ ഉള്ളൂ, 6 മാസത്തിനടുത്തെങ്ങാണ്ടേ ഉള്ളൂ. അതിനുശേഷം വരുന്നത് ലോക്സഭ ഇലക്ഷനാണ്. സാർ, അയോധ്യ വിഷയം BJP മറികടക്കുമോ? തീർച്ചയായിട്ടും മറികടക്കും അയ്യപ്പദാസേ. ഇപ്പൊ അയോധ്യ വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മോഷണം നടന്നിരിക്കുകയാണ്. മോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ 200 കോടി എന്ന് പറയുന്നു, അല്ല 1500 കോടി വരെ ഉണ്ടെന്ന് പറയുന്നു. അത്രയും സംഭാവന തുക അവിടെ ലഭിച്ചിരിക്കുന്ന കാണിക്കയോ മറ്റു തരത്തിലുള്ള സംഭാവന തുകകൾ പോയിട്ടുണ്ട്. കുറച്ച് വെള്ളിക്കട്ടികള് അങ്ങനെയൊക്കെയുള്ള കുറച്ച് മെറ്റൽസും അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഗോൾഡ് എത്ര ഉണ്ടെന്ന് അറിഞ്ഞുകൂടെ, ഗോൾഡിന്റെ കണക്കൊന്നും വന്നില്ല, വെള്ളിക്കട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഇത് അവിടുന്ന് മോഷണം പോയി. അവിടുന്ന് ചില പ്രധാനപ്പെട്ട ആളുകളൊക്കെയാണ് ഇതിന്റെ പുറകിലുള്ളത്. അതിനകത്തില് ആ ക്ഷേത്രം സ്ഥാപിക്കുന്നതിനായിട്ട് മുൻകൈ എടുത്തിട്ടുള്ള BHPയുടെ ഉപാധ്യക്ഷനായ ശ്രീ ചമ്പത് റായിയുടെ പേര് വരെ ഉണ്ടായിരുന്നു. ചമ്പത് റായി ഉണ്ടായിരുന്നു, അനിൽ മിശ്ര ഉണ്ടായിരുന്നു, അവരുടെയൊക്കെ പേരുകൾ വന്നിരുന്നു. പിന്നെ അങ്ങനെ 8 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തില് ഇദ്ദേഹത്തിന്റെ പഴയ കാലത്ത് ആദ്യകാലത്ത് ഇദ്ദേഹത്തിന്റെ വാഹനം, ചമ്പത് റായിയുടെ വാഹനം ഓടിച്ചെന്ന ഡ്രൈവറും ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളത് അറിയാൻ കഴിഞ്ഞിടത്തോളം കുറച്ച് രൂപകള്, അതായത് എത്ര ലക്ഷമോ രൂപകള്, അത് ഏതാണ്ട് 1-2 കോടിക്ക് അടുത്ത് വരുമെന്നാണ് പറയുന്നത്, പലരിൽ നിന്ന് പിടിച്ചത്. ഇവരുടെയൊക്കെ ഡ്രൈവറുടെ വീട്ടിൽ നിന്നും, അങ്ങനെ അതേപോലെ തന്നെ ഏറ്റവും താഴെ ക്ലറിക്കൽ പോസ്റ്റിൽ അവിടെ ജോലി ചെയ്യുന്ന ചില ആളുകളുടെ വീട്ടിൽ നിന്നും, പണം എണ്ണാൻ നിശ്ചയിക്കപ്പെട്ട ആളുകളുടെ വീട്ടിൽ നിന്നും കുറച്ച് രൂപ പിടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ ചില ആസ്തി വകകളില്, അവരുടെ സ്വത്ത് വകകളിലൊക്കെ ചില അന്യായമായ വർധനവ് കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് കേസിനെ ഫ്രെയിം ചെയ്തെടുത്തത് എങ്ങനെയാണ്? ഇത് ആരോപണം ഉന്നയിച്ചത്, ഇത് പ്രത്യേകിച്ച് ഏറ്റവും ശക്തമായിട്ട് ആദ്യമായിട്ട് തെളിയിച്ചു വന്നത് ഇതിനകത്തെ ഇന്നർ പൊളിറ്റിക്സ് ആണെന്ന് പറയുന്നു. അതായത് ഇത് മോഷണം നടത്തുന്നത് സത്യം തന്നെയാണ്. അവിടെ എത്ര CCTV ഉണ്ടായിട്ടും മറ്റ് സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇത് പണം മോഷ്ടിച്ചിരുന്നു. അതായത് അതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 500ന്റെ കെട്ടുകളാണെങ്കിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ വീഡിയോയിലൊക്കെ അത് കിട്ടുന്നുണ്ട്, വീഡിയോ റെക്കോർഡിങ് നടക്കുന്നുണ്ട്. പക്ഷെ അകത്തെ മുറിയിലേക്ക് എണ്ണാൻ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറെ ഇഞ്ഞു മാറ്റും. അങ്ങനെയാണ് ഈ മോഷണം നടന്നെന്നാണ് പറയുന്നത്. അപ്പൊ ഇവരൊരു സംഘടിതമായി, വലിയ ക്ഷേത്രമല്ലേ, എത്രയോ നൂറുകണക്കിന് ജീവനക്കാർ അവിടെ ജോലി ചെയ്യുന്നതാണ്. അപ്പൊ ഇവര് മോഷ്ടിച്ചവർക്കിടയിലുണ്ടായ ചില കുടിപ്പകയാണ് സംഭവം പുറത്തു വരാൻ കാരണം. എന്തായാലും അത് അന്വേഷിക്കട്ടെ. വിവരം അറിഞ്ഞ ഉടൻ തന്നെ ആദ്യം ഇതിനകത്തിലെ അഖിലേഷ് യാദവിന്റെ SP സമാജ്വാദി പാർട്ടിയിലെ ചില ആളുകളാണ് ഇത് ആരോപണമായിട്ട് പുറത്തേക്ക് ഉന്നയിച്ചത്. അതിനുശേഷം ചില ഇതുമായിട്ട് ഹിന്ദു സംഘടനകളായിട്ട് ബന്ധപ്പെട്ട ചില വ്യക്തികളൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പൊ കൃത്യമായിട്ട് അന്വേഷണം വരട്ടെ. ഉടൻ തന്നെ ഗവൺമെന്റ് SITയെ, യോഗി ആദിത്യനാഥ് SIT അങ്ങ് പ്രഖ്യാപിച്ചു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരട്ടെ, അവർ അന്വേഷിച്ചിട്ട് ഇതിനകത്ത് കളവോ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഒരാൾ പോലും രക്ഷപ്പെടാൻ പോകുന്നില്ല. യോഗിയുടെ സ്വഭാവം അറിയാമല്ലോ. ഒരാൾ പോലും അങ്ങനെ പണം അനധികൃതമായിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും. അക്കാര്യത്തിൽ ശിക്ഷിക്കപ്പെടുക തന്നെയല്ല, പിന്നെ എന്താണ് നടപടി വരാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല. അത്തരത്തിലുള്ള ശക്തമായ നടപടി എടുക്കുന്ന ആളാണ് അദ്ദേഹം. പ്രത്യേകിച്ച് അയോധ്യ രാമജന്മഭൂമി നിൽക്കുന്ന രാമക്ഷേത്രത്തിന്റെ സംഭാവന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയാണ് SIT അന്വേഷിക്കുകയാണ്. പക്ഷെ ഈ വെള്ളി നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് പറയുന്നത്. ഇപ്പോഴും കിലോ കണക്കിന് വെള്ളി എവിടെ കൊടുത്തു എന്നാണ് ചിലർ പറയുന്നത്. ഞങ്ങൾ കിലോ കണക്കിന് വെള്ളി എവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഉദ്ധവ് താക്കറെ വരെ പറയുന്നുണ്ട്, ഞങ്ങൾ അടക്കമുള്ള ആളുകൾക്ക് വെള്ളികളെ കിലോ കണക്കിന് കൊടുത്തെന്ന്. കിലോ കണക്കിന് വെള്ളി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ ആരുടെയും രേഖയില്ല. ഇപ്പൊ നമ്മളൊരു ക്ഷേത്രത്തിന് സംഭാവന കൊടുക്കുകയാണ്. ഇപ്പൊ അയ്യപ്പദാസ് 1 കിലോയോ 2 കിലോയോ 10 കിലോയോ 100 കിലോ എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, സംഭാവന കൊടുക്കുമ്പോൾ അതിന് രസീത് നമ്മൾ വാങ്ങാറില്ലേ? അങ്ങനെ ഒരു രേഖ അവർ വാങ്ങിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ നമ്മൾ അതിനകത്ത് സംശയിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ 1 ലക്ഷം രൂപ ഒരു ക്ഷേത്രത്തിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ രസീത് ഞാൻ വാങ്ങിക്കും. ഞാനൊരു 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മേടിക്കണമെന്നില്ല. പോട്ടെ 10 രൂപ 100 രൂപയാണ്, നിർബന്ധമില്ലെന്ന് പറയാം. അപ്പൊ അതെല്ലാം SIT കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ട് രസീത് വാങ്ങിച്ചവരുടെ തെളിവുകളായിട്ട് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ വെള്ളി നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഈ പണത്തിന്റെ കാര്യത്തിലാണ് ഇപ്പൊ സംശയം നിൽക്കുന്നത്. പക്ഷേ ഈ ക്ഷേത്രം പണിയുന്നതിന് ഞാൻ പറഞ്ഞില്ലേ, ചമ്പത് റായി അടക്കമുള്ളവര് അദ്ദേഹത്തിന്റെ മൊഴി എടുത്തിട്ടുണ്ട്. സ്വാഭാവികമാണ്, അദ്ദേഹത്തിന്റെ മൊഴി എടുക്കേണ്ടി വരും. അങ്ങനെ, കാരണം അദ്ദേഹം ഈ കൊള്ളയ്ക്കകത്ത് കൂട്ട് നിൽക്കുന്ന ആരും വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ അതിനു വേണ്ടിയിട്ടല്ല, വളരെ സമർപ്പിതമായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം കൊള്ളയ്ക്ക് കൂട്ട് വന്നിട്ടില്ല, പക്ഷെ ഉത്തരവാദിത്വം
ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ തലയിൽ വരും. കാരണം അദ്ദേഹമാണ് ട്രസ്റ്റ് നയിച്ചിരുന്ന അദ്ദേഹം ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഉത്തരവാദിത്തം വരികയാണ്. പിന്നെ ഈ കണക്ഷൻസ് ഉണ്ട്, ഈ താഴെത്തട്ടിൽ സ്വർണവും ഒക്കെ കണ്ടെത്തിയവരുമായിട്ട് കണക്ഷൻസും ഉണ്ട്. പക്ഷെ അതൊരു രാഷ്ട്രീയ ആരോപണമായിട്ട് വരികയാണ്. പക്ഷെ യോഗി ആദിത്യ എന്തായാലും നേരത്തെ വന്നത് കാര്യമായി ഇത്. അപ്പൊ അതിനെ തുടർന്ന് ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന 1 മണി സമയത്ത് അരവിന്ദ് കെജ്രിവാൾ രംഗത്തേക്ക് വരുന്നുണ്ട് ഈ കേസിനകത്തില്. അരവിന്ദ് കെജ്രിവാൾ ഇപ്പൊ അത് 1 മണിക്ക് പത്രസമ്മേളനം നടത്തുമെന്നാണ് പറഞ്ഞത്. അതായത് ആപ്പിന്റെ നേതാവ്, പഴയ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു, വേറെ ഒരു അഴിമതി കേസുമായിട്ടൊക്കെ കിടന്ന് ജയിലിൽ കിടന്നിട്ടുള്ള, മാസങ്ങളോളം ജയിലിൽ കിടന്നിട്ടുള്ള നേതാവാണ്. അദ്ദേഹമാണ് അഴിമതിക്കെതിരെ രംഗത്ത് വരികയാണ്. അഴിമതി അദ്ദേഹം ആദ്യകാലത്തൊക്കെ പറഞ്ഞിരുന്നത് ശരിയായിരുന്നു, IRS കാരനും സത്യസന്ധനും ഒക്കെ ആയിരുന്നു. പക്ഷെ മദ്യനിരോധന അഴിമതി കേസിലാണ് അദ്ദേഹം ജയിലിൽ പോയത്. അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹമാണ് ഇന്നിപ്പോഴും BJPക്കെതിരെ അവിടെ വരികയാണ്. അവിടെ അദ്ദേഹം പറഞ്ഞ ചില വലിയ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്കൊരു 1 മണിക്ക് ആണ് പത്രസമ്മേളനം നടക്കേണ്ടത്. ഇപ്പൊ 1 മണി 1:15 ആയിട്ടുള്ളൂ. നോക്കാം എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നതെന്ന് നോക്കാം. കോൺഗ്രസും വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പാണല്ലോ, അയ്യപ്പദാസ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് വരികയാണ്. അവിടെ 2007 തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് അവർക്കും ഇതിനകത്തിലേക്ക് കടന്നു വരാൻ നോക്കുന്നുണ്ട്. കാരണം UP-യിലെങ്ങും കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ് എന്ന പാർട്ടിയെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, അവര് ഒരു കാലത്ത് ഇന്ദിരാഗാന്ധിയുടെയും പിന്നെ സോണിയാഗാന്ധിയുടെയും ഒക്കെ, രാഹുൽ ഗാന്ധിയുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ആ സ്വാധീനമൊന്നും കോൺഗ്രസിന് ഇല്ല. UP-യിലെ കോൺഗ്രസ് ഏതാണ്ട് അപ്രത്യക്ഷമായി. ആകപ്പാടെ അവിടെ നിലനിൽക്കുന്നത് SP ആണ്, സമാജ്വാദി പാർട്ടിയാണ്. സമാജ്വാദി പാർട്ടി തന്നെ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലാണ് അവർ കുറച്ച് മേൽക്കൈയൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പൊ അവർക്ക് ഇതിനകത്ത് താല്പര്യമുണ്ട്. അവരെ സഹായിക്കുന്നതിനായിട്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ ഇന്ത്യ മുന്നണിയുമായിട്ട് വലിയ സഹകരണമില്ലാത്ത കേജ്രിവാളും വന്നിട്ടുള്ളത്. അപ്പൊ രാഷ്ട്രീയ കളം അവിടെ ഒരുക്കുകയാണ്. അതിനുള്ള ശ്രമമാണ് ഇപ്പം UP നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാം? സ്വാഭാവികമാണ്, ഏത് രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് BJP യോഗിക്ക് ഇനി ഒരു ചാൻസ് അവിടെ കൊടുക്കരുത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉദ്ദേശം അതേ ഉള്ളൂ. അദ്ദേഹം വളരെ സ്റ്റേബിളായിട്ട് ഭരിക്കുകയാണ്. സംസ്ഥാനത്ത് വലിയ വികസന പദ്ധതികൾ വരുന്നു. മോദി സർക്കാരിന്റെ ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു സംസ്ഥാനം ഉത്തർപ്രദേശാണ്. പഴയ ഉത്തർപ്രദേശ് അല്ല. നിങ്ങളൊരു 10, 15, 20 വർഷം മുമ്പുള്ള ഒരു ഉത്തർപ്രദേശ് അല്ല ഇന്നത്തെ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. ലോകത്തിലെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള, അവിടുത്തെ വിമാനത്താവളം തന്നെ കണ്ടില്ലേ? അയോധ്യ വന്നിരിക്കുന്ന വിമാനത്താവളം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ 10 വിമാനത്താവളങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്നായിട്ടാണ് അവിടുത്തെ അത്തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയ ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് വന്നിറങ്ങുന്നത്. അപ്പൊ അത്തരത്തിൽ വലിയ വികസനത്തിലേക്ക് പോകുന്നു. പണ്ടങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. കുറച്ച് അധോലോക സംഘങ്ങളുടെയും ഒക്കെ നിയന്ത്രണത്തിൽ കിടന്നിട്ട് ചില കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കുത്തകയായിട്ടുള്ള സ്ഥലമായിരുന്നു. അവിടെയാണ് യോഗി ഒരു പൊളിച്ചെഴുത്ത് നടത്തി അങ്ങനെ വികസനത്തിലേക്ക് കുതിക്കുന്ന സംസ്ഥാനത്ത് ഇനിയും അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുക്കരുത്. അത് സ്വാഭാവികമാണ്. പ്രതിപക്ഷ പാർട്ടികളൊക്കെ അത് ആഗ്രഹിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ബേസും ഇല്ല. അവർക്കിപ്പോ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് ജയിച്ചു വന്നു, കഷ്ടിച്ചല്ല, ഒരു നല്ല മാർജിന് ജയിച്ചു വന്നു എന്നുള്ളത് അതിന് വേറെ ചില സാഹചര്യങ്ങളാണ്. പക്ഷെ UP ചിത്രത്തിലെ കോൺഗ്രസിന് അങ്ങനെ വലിയ പഴയ സ്വാധീനം ഇല്ല ഇപ്പൊ അവിടെ. അപ്പൊ അതുകൊണ്ടാണ് SP-യെ ഉപയോഗിച്ചിട്ട് ഈ വിഷയത്തിനെ അവരെ വളരെ സജീവമാക്കി നിർത്തുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ SP-യുടെ പിന്തുണയോടുകൂടി വലിയതാണ്. ക്ഷേത്ര കൊള്ളയല്ലേ, പ്രത്യേകിച്ച് രാമജന്മഭൂമി കൊള്ളയാണ്. രാമജന്മഭൂമിയിൽ ഒരു വലിയ മോഷണം നടന്നിരിക്കുന്നു. അപ്പൊ ഉത്തരേന്ത്യൻ പൊളിറ്റിക്സിനെ നിശ്ചയിച്ച ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നതും ഈ രാമജന്മഭൂമി തന്നെയാണ്. അവിടെ ഉണ്ടായിരുന്ന തർക്കമന്ദിരം പൊളിച്ചിട്ട് അവിടെ രാമന്റെ ജന്മഭൂമി പണിഞ്ഞു. രാമന്റെ അതിനു വേണ്ടിയിട്ട് വിയർപ്പൊഴുക്കിയ മനുഷ്യനാണ് ഈ ചമ്പത് റായ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അദ്ദേഹം തന്നെ ഇതൊക്കെ ചെയ്യുമെന്നൊക്കെ ഉള്ളത് വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്. പക്ഷെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നർ പൊളിറ്റിക്സ് ഒരുപാടുണ്ട്. ഇതിനകത്തില് BJP-ക്കകത്ത് തന്നെയുണ്ട്. BJP-ക്ക് തന്നെ ചില വിരുദ്ധരായ നേതാക്കന്മാരുണ്ട്. യോഗിയോടെ വിരോധമുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഉള്ള ഒരു സംഘടിതമായ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വേറെ പ്രശ്നം എന്ന് വെച്ചാൽ യോഗി നിൽക്കുന്നതാണ്. യോഗിക്ക് വലിയ പ്രായമില്ല. അദ്ദേഹത്തിന് പ്രായം കുറഞ്ഞ ഒരു നേതാവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ രാഷ്ട്രീയത്തിന് ഒരുപാട് അവസരങ്ങളുണ്ട്. ഒരുപാട് അങ്ങനെ പ്രായം കുറഞ്ഞ നേതാവായതുകൊണ്ട് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒതുക്കുക. കാരണം ഇനി ഒരു 10 കൊല്ലം കൂടെ യോഗി ഭരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണത്. ഒരു പക്ഷെങ്കിൽ അവിടെ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹം കേന്ദ്രത്തിലേക്ക് പോകുന്നുമില്ല. കേന്ദ്ര സർക്കാരിൽ ഇപ്പം യോഗി ആദിത്യനാഥ് തീർച്ചയായിട്ടും അവരുടെ ഒരു സെൻട്രൽ പാക്കേജ് പ്രകാരം അദ്ദേഹത്തെ ഏത് പോസ്റ്റിലും അവർക്ക് ഇപ്പം ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അത് വേണ്ട, UP തന്നെ നിൽക്കട്ടെ. ഏതാണ്ട് ഒരു നമ്മൾ പറഞ്ഞില്ല, ഒരു മിനി പ്രധാനമന്ത്രി പോസ്റ്റായിട്ടാണ് UP അവർ കണക്കാക്കുന്നത്. BJP കണക്കാക്കുന്നത് അങ്ങനെയാണ്. അത്രയേറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. മറ്റെല്ലാ തരത്തിലുള്ള പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് അത് ലോക്സഭാ സീറ്റുകളുടെ കാര്യത്തിൽ അത് തന്നെയുണ്ട്. ഇപ്പൊ 80 ലോക്സഭാ സീറ്റുകളാണ്, 80 ലോക്സഭാ സീറ്റുകളാണ് അവിടെ ഉള്ളത്.
അതിപ്പോഴത്തെ പുതിയ സാർ ഡീലിമിറ്റേഷൻ. ഞാനൊന്ന് ഇടപെടുകയാണ് സാർ. അപ്പോ ഈ അന്വേഷണം ശരിയായ ദിശയിലാണോ ഇപ്പോൾ നടക്കുന്നത്? ഈ പറയുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം നിൽക്കുമ്പോൾ ഇതിന്റെ ആ ഒരു നിഷ്പക്ഷത, അല്ലെങ്കിൽ തന്റെ ഗവൺമെന്റ് കൃത്യമായി അത് കണ്ടുപിടിച്ചു. ഇപ്പൊ VSPക്ക് മോശം പേരാണ് ഉണ്ടായിരിക്കുന്നത്. ചമ്പത് റായി എന്ന് പറയുന്ന ആള് VSPക്കാരനാണ്. മാത്രമല്ല ഹിന്ദു സംഘടനകൾക്കൊക്കെ തന്നെ പേരുദോഷമാണ് ഉണ്ടായിരിക്കുന്നത്. സാർ, ഈ കളങ്കം തീർക്കാൻ കഴിയുമോ എന്നുള്ളത് ഒന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ സാർ പറയുന്ന പോലെ SP അവിടെ വളരെ ശക്തിയായി നിൽക്കുവാണ്. സമാജ്വാദി പാർട്ടി അവിടെ ശക്തിയായി നിൽക്കുവാണ്. ഇതെന്തായി തീരുമെന്ന് ഇതിന്റെ ഒരു കൺക്ലൂഷൻ ഒന്ന് പറയാമോ സാർ? അയ്യപ്പദാസ്, ഇത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അവരുടെ പോലീസിന്റെ അന്വേഷിക്കുന്നത്. നിഷ്പക്ഷമായ അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. പ്രതികളെ അറസ്റ്റ് ചെയ്തല്ലോ. ആദ്യം തന്നെ പ്രതികളെ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്കിപ്പോ യോഗി ആദിത്യനാഥിന്റെ നിഷ്പക്ഷതയെ കുറിച്ച് നമുക്ക് ഒരു സംശയത്തിന്റെ അവകാശമില്ല. കാരണം അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ പാരമ്പര്യം. അദ്ദേഹം അന്വേഷിച്ചിരിക്കുന്ന UP പോലീസ് അന്വേഷിച്ചിരിക്കുന്ന ആ കേസുകളിലൊക്കെ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കുക. പക്ഷെ ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഹിന്ദു സംഘടനകള് അടക്കം ചില സംശയത്തിന്റെ നിഴലിലാണ്. അത് മാറണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു പക്ഷെങ്കില് ഇപ്പൊ നമ്മുടെ ഡ്രൈവറോ നമ്മുടെ ജോലിക്കാരനോ ഒരു മോഷണം നടത്തി കഴിഞ്ഞാല് എന്റെ ചുമതലക്കാരനായിരുന്നു അദ്ദേഹം, അല്ല എന്നെ കൊണ്ട് വണ്ടി പോയിരുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻ എന്റെ പേരിൽ തന്നെ നിൽക്കും. ഒരു പക്ഷെ ഞാനത് അറിയണമെന്നില്ല, ഞാൻ സത്യസന്ധനായിരിക്കാം. അപ്പൊ അഗ്നിശുദ്ധി വരുത്തേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും വരുത്തേണ്ടോ. നമ്മൾ പറഞ്ഞില്ല, അഗ്നിശുദ്ധി വരുത്തുക, സീതയുടെ പോലെ തന്നെ അഗ്നിശുദ്ധി വരുത്തേണ്ടതായ അങ്ങനെ അത്തരത്തിലുള്ള നിലപാടുകളൊക്കെ പാർട്ടിക്ക് എടുക്കേണ്ടി വരും. യാതൊരു സംശയവുമില്ല അത്തരം കാര്യങ്ങളില് അതുണ്ടാകുന്ന കാര്യത്തിൽ സംശയം. കാരണം അതുകൊണ്ട് അങ്ങനെയാണ് കേസിന്റെ പുരോഗതി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേസെടുപ്പിനകത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കുന്നതിനോട് അതൊക്കെ ഉപരിയായിട്ട് അവർക്കറിയാമല്ലോ. യോഗിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും അറിയാം. ഇപ്പൊ ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രതിപക്ഷ SP-യും കോൺഗ്രസും ഒക്കെ പറയുന്നത് പ്രധാനമന്ത്രി എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രി കേസിൽ മിണ്ടേണ്ട കാര്യങ്ങളായിട്ടില്ല. പ്രധാനമന്ത്രി അതിന്റെ ചടങ്ങിലൊക്കെ പങ്കെടുത്തു എന്നുള്ളത് വെച്ചാൽ പ്രധാനമന്ത്രി അല്ലല്ലോ കേസ് അന്വേഷിക്കുന്നത്. അവിടെ ചുമതലപ്പെട്ട സർക്കാരുണ്ട്. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നുണ്ട്. ഇന്ന് ഇറാൻ പ്രസിഡന്റിനെ കണ്ടില്ലേ? ഇറാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും വലിയ സംഘർഷം നടന്ന ഇറാൻ പ്രസിഡന്റിനെ വിളിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, മോദിയുടെ ക്ഷണം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നോക്കുക, ഞാൻ സ്വീകരിച്ച ശേഷം അതേ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ്. ഇന്ത്യയിലേക്ക് വരുന്നു. ഒന്ന് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? അതുപോലെ നിങ്ങൾക്ക് എത്ര എണ്ണ വേണം? അമേരിക്ക ഉപരോധം നീക്കിയിട്ടുണ്ടല്ലോ. നമുക്ക് ഏറ്റവും കൂടുതൽ എണ്ണ തരാൻ പോകുന്നു അവിടെ നിന്ന്. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വരുന്നു. സാർ, നമുക്ക് വിഷയം വഴിമാറണ്ട. അപ്പോ നമുക്ക് മറ്റൊരു വിഷയമാണ്, ആ വിഷയത്തിലേക്ക് നമുക്ക് എത്തണം. അപ്പോ സാർ, ഏതായാലും യോഗി ആദിത്യനാഥൻ അന്വേഷണം നടത്തും. നിഷ്പക്ഷമായ അന്വേഷണമായിരിക്കും. ഈ ഉണ്ടായിട്ടുള്ള പേരുദോഷം ഹിന്ദു സംഘടനകൾ സംശയത്തിന്റെ നിഴലിലാണെന്ന് പറയുമ്പോൾ ആ സംശയത്തിന്റെ നിഴൽ അവർ കടന്ന് വെളിച്ചത്തേക്ക് തന്നെ വരുമെന്ന് തന്നെ നമുക്ക് കരുതാം, അല്ലെ? തീർച്ചയായിട്ടും യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഒരു സംശയത്തിന്റെ അവകാശമുണ്ട് ജയപ്രകാശ്. ഈ അന്വേഷണം വളരെ ത്വരിതഗതിയിൽ നടക്കും. വളരെ പെട്ടെന്ന് ഇതിന്റെ അന്വേഷണം പൂർത്തിയാക്കിക്കൊണ്ട് കുറ്റക്കാരാരാണോ അവരെ വെളിച്ചത്ത് കൊണ്ടുവരും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതം നയിക്കുന്നവര് അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരെല്ലാം അവരെ അഗ്നിശുദ്ധി വരുത്തി പുറത്തു വരുമെന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. നന്ദി. താങ്ക് യു സാർ.